അളിയാ ഇങ്ങ് വാടാ. മച്ചു, എത്ര നാളാടാ കണ്ടിട്ട്. വെൽക്കം ടു മുംബൈ. കേട്ടോടാ, മിനിമം 1 ലക്ഷം പേരെങ്കിലും ഇവിടെ ഡെയിലി വരും. പക്ഷെ ഏതെങ്കിലും ഒരുത്തൻ എല്ലാം അടിച്ചെടുക്കും. മുംബൈ ഒരുത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാ പിന്നെ കൊടുത്തോണ്ടേയിരിക്കും. ഇവിടെ 10 രൂപയുടെ ശാപ്പാടും കിട്ടും, 10,000 രൂപയ്ക്കും കിട്ടും. ഭൂരിഭാഗം ആൾക്കാരും വടാപ്പാവ് കഴിച്ചാ ജീവിക്കുന്നത്. വടാപ്പാവിന്റെ വില എത്രയാണെന്നറിയോ? 7 രൂപ. നമ്മൾ ഭാഗ്യവാന്മാരളിയാ. ലോകത്തിലെ ഏറ്റവും വലിയ ധാരാവി സ്ലം നമ്മുടെ സ്വന്തമല്ലേ. എന്റെ അളിയാ, ഞാനിവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് കണ്ണി കണ്ടവന്റെ ഒക്കെ കാല് പിടിച്ചിട്ടുണ്ട്. വേലയില്ല, കൂലിയില്ല, കിടക്കാനായിട്ട് ഒരു ഇടവും ഇല്ല. അല്ല, കിടത്തണേലും കിടന്ന അപ്പൊ ഒന്നും വല്ല തെണ്ടികൾ എഴുന്നേപ്പിക്കും. പക്ഷേ നീ ആ കാര്യത്തിൽ ഭാഗ്യവാനാ. ഞാൻ ഈ മുംബൈയിൽ വരുമ്പോ ഉണ്ടല്ലോ, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നിനക്ക് ഇവിടെ ഞാനുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും. ജോലിയുടെ കാര്യം ഞാൻ ഏറ്റു. നമുക്ക് എങ്ങനെങ്കിലൊക്കെ ജീവിച്ചു പോടാ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വന്നവനല്ല. പിന്നെ മുംബൈ നഗരത്തെ മൂത്രൊഴിപ്പിക്കാൻ വന്നതാ. മുംബൈ ഷഹർക്ക് പിശാബ് കർനെ ആയാ ഹൂം. ഇനി നിന്നെ ഹിന്ദി പഠിപ്പിക്കേണ്ടി വരില്ല. അടിപ്പണ്ടായല്ലോ. അപ്പൊ ശരി, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. നിന്റെ പൈസ വല്ലതും ഉണ്ടോ? ഇവിടെ സ്റ്റവ് ഉണ്ട്, പറ്റുമെങ്കിൽ വല്ലതും വെച്ച് കഴിച്ചോ. അല്ലെങ്കിൽ താഴെ മെസ്സിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ഞാൻ വൈകുന്നേരം വരുമ്പോ കാണാം. പിടിക്കടാ. നീ എവിടെ ജോലി ചെയ്യുന്നേ? വലിയൊരു ഫിനോയിൽ കമ്പനിയില. അവിടുത്തെ സൂപ്പർവൈസറാ ഞാൻ. നിനക്ക് എന്ത് കിട്ടും? 12,000 രൂപ. ഇന്നോട്ട് എന്നെ അസിസ്റ്റിലാണ് നിന്റെ പണി. 25,000 രൂപ നിനക്ക് ശമ്പളം. ഈ ജോലി വിട്ടേക്ക്. ഈ ജോലി ഞാൻ വിടാനാ? എന്നിട്ട് നിന്നെ അസിസ്റ്റ് ചെയ്യാനാ? മാസം 25,000 രൂപ ശമ്പളം അല്ലേ? ഇവന് വട്ടായി. എടാ, നാട്ടിൽ നിന്ന് മുമ്പേ വരെയുള്ള വണ്ടിക്കാശ് നിനക്ക് അയച്ചു തന്നാ ഞാൻ. നീ ഉച്ചയ്ക്ക് ഞണ്ണാൻ പോണത് എന്റെ കാശ് കൊണ്ട്. ചില്ലി കാശിന് ഗതിയില്ലാത്ത നിനക്ക് എന്നെ കിട്ടുള്ളൂ അസിസ്റ്റന്റ് ആയിട്ട്. ഞാൻ വീണ്ടും പറയാ, ഞാൻ ഈ മുംബൈക്ക് പണി കൊടുക്കാൻ വന്നതാ. നീയാണ് ഇനി എന്റെ അസിസ്റ്റന്റ്. 25,000 രൂപ നിനക്ക് ശമ്പളം. നീ ഇനി ഓഫീസ് കാണില്ല. എന്താ പേടിച്ചു പോയോ? സത്യമായിട്ട് ഞാൻ പേടിച്ചു പോടാ. എന്റെ ഫ്രണ്ടായ നീ പോലും എന്നെ പേടിച്ചില്ലെങ്കിൽ മുമ്പേ എങ്ങനെ പേടിക്കാനാ? വാ, നമുക്ക് പണി തുടങ്ങാം. താമ്പൂലം തന്നാട്ടെ, തന്നാട്ടെ.